ഫ്ലഡ് ആയിരിക്കില്ല, ആക്സിഡന്റ് ആയിരിക്കില്ല, കാര്യങ്ങളൊന്നുമില്ല. ആൽഫയാണ്, ഫുൾ ഓപ്ഷൻ ആണ്. അത്യാവശ്യം എന്താ പറയാ ഇലക്ട്രിക് സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മൈലേജിന്റെ കാര്യത്തിൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നീറ്റ് വണ്ടിയാണ്, വേറെ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. എത്ര ഓടിയുണ്ട്? ഇത് 67,000 കിലോമീറ്റർ. 67,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, നീറ്റ് വണ്ടി, നല്ല വണ്ടിയാണ്. എത്ര ചോദിക്കണ വില? ആക്സിഡന്റോ പ്രശ്നങ്ങളോ ഒന്നും ഉള്ള വണ്ടിയല്ല. ഇല്ല, ഹിസ്റ്ററി ഉണ്ട്. ഹിസ്റ്ററി തന്നെ ഉണ്ട്. 47,000 കിലോമീറ്റർ ഓടി. 47,000 ഓടിയിട്ടുള്ളൂ. VXI ആണ് വരുന്നത്. ഡീസലാണ്. ഡീസൽ മാനുവൽ അല്ലേ? ഡീസൽ മാനുവൽ. സിംഗിൾ ഓണർഷിപ്പ്. 3,500 കിലോമീറ്റർ. 3,500 കിലോമീറ്റർ എടുത്തിട്ട് ഓടിക്കാതെ തന്നെ വിറ്റ്. ഓട്ടോമാറ്റിക് ആണല്ലേ? പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല, നീറ്റ് കണ്ടീഷൻ. അതെ. അടുത്തത് എക്സ്പ്രസോ 2022, 31,000 കിലോമീറ്റർ, സിംഗിൾ ഓണർ. ഓക്കെ, സിംഗിൾ ഓണർ, റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല വണ്ടി, അടിപൊളി ക്ലാസ് വണ്ടി. DCT എഞ്ചിൻ വരുന്നതാണ്, ഓട്ടോമാറ്റിക് ആണ്. DCT ഗിയർ ബോക്സ് വരുന്ന വണ്ടിയാണ്. ഇത് നമുക്ക് ഡീസൽ വരുന്ന ഡീസൽ ന്യൂ ഷേപ്പ് ആണല്ലേ? അതെ. പിന്നെ സ്പോർട്സ് പ്ലസ് ആണ്, 2018. ഹായ്, ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇസ്മി അരുൺ. കേരളത്തിന്റെ പല ഭാഗത്തുനിന്ന് വീഡിയോ ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു ചാനലാണല്ലോ നമ്മുടേത്. അപ്പോൾ അതുകൊണ്ട് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലാണ്, തലശ്ശേരി. പ്രോപ്പർ സ്ഥലം എവിടെ ബ്രോ? കാരോടാണ് വന്നിരിക്കുന്നത്. കായലോട്. ഓക്കെ, സോറി, കായലോട് എന്നാണ് പ്രോപ്പർ സ്ഥലത്തിന്റെ പേര്. ഞാനിപ്പോൾ ഉള്ളത് മാർവൽ മോട്ടോഴ്സ് എന്ന് പറയുന്ന യൂസ്ഡ് കാർ ഷോറൂമിലാണ്. അപ്പോൾ തുടങ്ങിയിട്ട് കുറച്ചായുള്ളൂ അല്ലേ? പുതിയ ഷോറൂമാണ്. മെയ് 5-ാം തീയതി തുടങ്ങിയതാണ്. എന്ന് വെച്ചാൽ ആദ്യമായിട്ട് തുടങ്ങുന്നതല്ല, ഇവർക്ക് വേറെ ഷോപ്പുകൾ വേറെ സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നു. ഇവിടെ ആദ്യമായിട്ട് തുടങ്ങിയെന്നുള്ളൂ. അപ്പോൾ പുതിയ ഷോറൂം, പുതിയ വണ്ടികളൊക്കെ വരുമ്പോൾ നിങ്ങളെ കാണിക്കണമല്ലോ. അപ്പോൾ നമ്മുടെ കൂടെ ഡീറ്റെയിൽസ് പറയാനായിട്ട് പേരെന്ന് പറഞ്ഞു വരുൺ ബ്രോ ആണ് നമ്മുടെ കൂടെ നിന്ന് ഡീറ്റെയിൽസ് പറയാൻ നിൽക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് വാങ്ങിക്കുന്ന വണ്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ഉറപ്പ് എന്തായിരിക്കും ബ്രോ? വാറണ്ടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ? നമ്മൾ എക്സ്റ്റൻഡ് വാറണ്ടി ചെയ്യുന്നുണ്ട്, നിലവിൽ ചെയ്യുന്നുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല വണ്ടികൾ നമ്മളെ ഒരു പ്രീ ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് വണ്ടി എടുക്കുന്നത്. ഫ്ലഡ് ആയിരിക്കില്ല, ആക്സിഡന്റ് ആയിരിക്കില്ല, കാര്യങ്ങളൊന്നുമില്ല. അഥവാ ഇപ്പോൾ എന്തെങ്കിലും റീപ്ലേസ്മെന്റ് ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ജെന്യൂൻ ആയിട്ട് പറഞ്ഞിട്ട് തന്നെയാണ് കൊടുക്കുക. കസ്റ്റമേഴ്സിന് മാത്രം, അങ്ങനത്തെ കസ്റ്റമേഴ്സിന് തന്നെയാണ് നമ്മൾ കൊടുക്കുക. വാറണ്ടി നമുക്ക് എത്ര നാളത്തേക്കാ പറയാം? വാറണ്ടി നമുക്ക് 1 വർഷം മുതൽ 2 വർഷം വരെ അത് മോഡൽ അനുസരിച്ച് എക്സ്റ്റൻഡഡ് വാറണ്ടി എടുക്കാം. അതായത് അതിന് ചെറിയൊരു അഡീഷണൽ പേയ്മെന്റ് ഉണ്ട്. പക്ഷേ നമ്മളത് പിന്നെ ചെയ്യുന്നുണ്ടല്ലേ? ഓക്കെ, അങ്ങനെയാണ് വാറണ്ടി കൊടുക്കുന്നത്. എന്തായാലും ഒരു ഉറപ്പുണ്ടാവും വണ്ടി വാങ്ങിക്കുമ്പോൾ. അപ്പോൾ നമുക്ക് ആദ്യത്തെ വണ്ടി പരിചയപ്പെട്ട് തുടങ്ങാം. ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് ഇടയിൽ പറയാം. ആദ്യത്തെ ഒരു അമിയോ, 2017 മോഡൽ. പിന്നെ കംഫർട്ട് ലൈൻ ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഓക്കെ, നീറ്റ് വണ്ടിയാണ്, വേറെ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. എത്ര ഓടിയുണ്ട്? ഇത് 67,000 കിലോമീറ്റർ. 67,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, നീറ്റ് വണ്ടി, നല്ല വണ്ടിയാണ്. എത്ര ചോദിക്കണ വില? ഇത് 3,60,000 ചോദിക്കണം. 3,60,000 ചോദിക്കണ വിലയാണോ അതോ ഫൈനൽ പ്രൈസ്? ചോദിക്കുന്നില്ല, നമുക്ക് അതിൻ്റെ അകത്ത് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ടാവും. നിങ്ങൾ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അതിൽ അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ടാവും. ഇതിന് ഫിനാൻസ് വീഴുന്ന വണ്ടിയല്ലേ? അതെ, ഇതിന് ഏകദേശം 3 ലക്ഷത്തിന്റെ അടുത്ത് വരെ നമുക്ക് ഫിനാൻസ് കയറും. 3,60,000 അല്ലേ പറഞ്ഞത്? ഒരു 60 രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ ഫിനാൻസ് ചെയ്ത് എടുത്തുകൊണ്ട് പോകുന്നതാണ്. 2013 ശേഷമുള്ള വണ്ടികൾക്ക് നമുക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റും അല്ലേ? അതിന് താഴത്തേക്കുള്ളത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അടുത്തൊരു വണ്ടി വരുന്നത് ഗ്രാൻഡ് വിറ്റാര. 2022 മോഡല്. സ്മാർട്ട് ഹൈബ്രിഡ് ആണ് അല്ലേ? അപ്പോ അത്യാവശ്യം മൈലേജ് ഒക്കെ ഉണ്ടാവും വണ്ടി. ആൽഫയാണ്, ഫുൾ ഓപ്ഷൻ ആണ്. അത്യാവശ്യം എന്താ പറയാ ഇലക്ട്രിക് സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മൈലേജിന്റെ കാര്യത്തിൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എത്ര ഓടിയുണ്ട് വണ്ടി? 40,000 കിലോമീറ്റർ. 40 ഓടിയിട്ടുള്ളൂ. ക്രൂസ് കൺട്രോൾ, എല്ലാ കാര്യങ്ങളും വരുന്നതാണ്. ക്രൂസ് കൺട്രോൾ ടോപ്പിന്റെ ആകുമ്പോൾ സൺറൂഫ് ഉൾപ്പെടെ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. അലോയ് വരുന്നുണ്ട്, ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്, അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. പിന്നെ മാരുതിയുടെ അത്യാവശ്യം പ്രീമിയം കാറ്റഗറി പെടുന്ന വണ്ടിയാണ്. 40,000 കിലോമീറ്റർ ഇപ്പൊ സർവീസ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. പിന്നെ പക്ക ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എത്ര വില പറയുന്നത്? ഇതിന് 13,400. 13,400. അത് പറയുന്ന വിലയാണോ? അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവോ? ചെറിയ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെന്റ് നമ്മുടെ ചെയ്ത് കൊടുക്കും അല്ലേ? ഓക്കെ, ഇതിന് ഫിനാൻസ് വീഴുമല്ലോ? ഫുൾ ഫിനാൻസ് കയറാൻ സാധ്യതയുള്ള വണ്ടിയാണ്. സുസുക്കിയുടെ വണ്ടിയാണ്, മോഡൽ കൂടിയ വണ്ടിയാണ്. അപ്പോൾ നിങ്ങളുടെ ട്രാക്കും കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് സിംഗിൾ റീപെയിന്റ് വരെയില്ല. കുറച്ച് മൈന്യൂട്ടായുള്ള സ്ക്രാച്ചുകൾ ഉണ്ട്. കസ്റ്റമർ പറയുകയാണെങ്കിൽ ക്ലിയർ ചെയ്ത് കൊടുക്കും അല്ലേ? അപ്പോൾ റീപെയിന്റ് ഇല്ല, റീപ്ലേസ്മെന്റ് ഇല്ല. അപ്പോൾ എന്തായാലും മാക്സിമം 0 ഡൗൺ പേയ്മെന്റിൽ കിട്ടാൻ സാധ്യതയുള്ള വണ്ടിയാണ്. അപ്പോൾ നേരെ നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്തൊരു സ്വിഫ്റ്റ് 2019. ഓക്കെ, പിന്നെ LXI ആണ്. പിന്നെ സിംഗിൾ ഓണർ. പിന്നെ കിലോമീറ്റർ ഏകദേശം 70 ഓടിയിട്ടുണ്ട്. പിന്നെ ചെറിയ ബമ്പർ റീപ്ലേസ് ഉണ്ട്. ആ ഒരു കുറവ് മാത്രം വണ്ടിക്കുള്ളൂ. ബമ്പർ റീപ്ലേസ്. വേറെ ആക്സിഡന്റോ പ്രശ്നങ്ങളോ ഒന്നും ഉള്ള വണ്ടിയല്ല. ഇല്ല, ഹിസ്റ്ററി ഉണ്ട്. പിന്നെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊക്കെ ഹിസ്റ്ററി തന്നെയുള്ള വണ്ടിയാണ്. അപ്പൊ എത്ര നമ്മൾ പറയുന്നത്? 4,60,000. 4,60,000. മാക്സിമം എത്ര ഫിനാൻസ് കയറുവാന്? ഇതിനും ഏകദേശം 4,400 അടുത്ത് വരെ ഫിനാൻസ് ചെയ്യാൻ പറ്റില്ല. 10
കുറഞ്ഞ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റും. ചെറിയ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ഇത് രണ്ടും പെട്രോൾ വണ്ടിയല്ലേ? അതെ, രണ്ടും പെട്രോൾ വണ്ടിയാണ്. അടുത്തത് റെനോൾട്ടിന്റെ കൈഗർ അല്ലേ? കൈഗർ 2021 RXT എന്ന് പറയുന്ന കാര്യമാണ്. ടോപ്പ് എൻഡ് ആണോ? അല്ല, ടോപ്പ് എൻഡ് അല്ല, അതിന്റെ നേരെ താഴെ വരുന്നു. ഓക്കെ, അതിന്റെ തൊട്ട് താഴത്ത് വരുന്ന വണ്ടിയാണ്. എത്ര ഓടിയിട്ടുണ്ട്? പിന്നെ ഇത് 90,000 കിലോമീറ്റർ ഓടി. 90,000 കിലോമീറ്റർ. ഓണർഷിപ്പ് സിംഗിൾ ഓണർ ആണ്. പിന്നെ നമ്മൾ ചോദിക്കുന്ന വില 4,60,000. 4,60,000. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഹിസ്റ്ററി ഉണ്ടോ വണ്ടിക്ക്? ഹിസ്റ്ററി ഉണ്ട്. അപ്പോൾ കമ്പനി ചെക്ക് ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റും. 4,60,000 ചോദിക്കുന്നത്. ഇതിന് മാക്സിമം ഫിനാൻസ് കിട്ടും. ഫുള്ളിന്റെ അടുത്ത് ഫിനാൻസ് കിട്ടും. നിങ്ങളുടെ ട്രാക്കും പ്രൊഫൈലും അനുസരിച്ചിട്ടായിരിക്കും ഫുള്ള് ഫിനാൻസ് കിട്ടണമെങ്കിൽ അത് ഉണ്ടാവുക. സിബിൽ സ്കോർ ഒരു 750 മേലേക്ക് ഉണ്ടെങ്കിലാണ് കുറഞ്ഞ ഡൗൺ പേയ്മെന്റ് അല്ലെങ്കിൽ 0 ഡൗൺ പേയ്മെന്റിൽ നിങ്ങൾക്ക് വണ്ടി ഇറക്കാൻ പറ്റുള്ളൂ. അടുത്ത സെലറിയോ? ഇത് 2014 സെലറിയോ, സിംഗിൾ ഓണർഷിപ്പ്, റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ, ഇത് 47,000 കിലോമീറ്റർ ഓടി. 47,000 ഓടിയിട്ടുള്ളൂ. VXI ആണ് വരുന്നത്. VXI ആണ് വരുന്നത്. പെട്രോൾ ആണ്. 17 മോഡൽ 47 എന്ന് പറയുമ്പോൾ ലോ കിലോമീറ്റർ വണ്ടിയാണ്. അതിന്റേതായ ഒരു കണ്ടീഷൻ വണ്ടിക്ക് ഉണ്ട്. 14 അല്ലേ? ഓക്കെ, 14-47 എന്ന് പറയുമ്പോൾ വളരെ കുറവാണ്. 14 വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇതിനും ഹിസ്റ്ററി ഉണ്ട്. അല്ലേ? ഓണർഷിപ്പ് ഏതാ നടക്കുന്നത്? ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. അപ്പൊ നൈറ്റ് സാധനമാണ് അല്ലേ? എത്ര വില പറഞ്ഞേ? 290 ആണ് പറയുന്ന വില. അതിലും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവോ? ചെറിയ നമുക്ക് അങ്ങോട്ട് ചെയ്യാൻ പറ്റും അല്ലേ? 14 ആകുമ്പോൾ ഫിനാൻസ് ചെയ്യാലോ? ഫിനാൻസ് ചെയ്യാൻ പറ്റും. എത്ര വരെ കയറുമായിരിക്കും ഇതിന്? ഏകദേശം 2.5-2.25 അടുത്ത് ഫിനാൻസ് ചെയ്യാം. അപ്പൊ ഇതും തുച്ഛമായ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റുന്ന വണ്ടിയാണ് ഈ കിടക്കുന്നത്. അടുത്തത് ഒരു ഹോണ്ട അമേസ്. 2013 ഡീസലാണ്. ഡീസൽ മാനുവൽ അല്ലേ? ഡീസൽ മാനുവൽ. ഓക്കെ, ഇത് പിന്നെ 1.10 ഓടിയിട്ടുണ്ട്. 1.10 ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഓക്കെ, നല്ല വണ്ടിയാണ്. റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ, അപ്പൊ വില എത്ര? വില ഇതിന്റെ 3,60,000 ചോദിക്കുന്നത്. 3,60,000 ആണ് പറയുന്ന വില. ഫിനാൻസ് കയറുമല്ലോ? ഫിനാൻസ് കയറും. 3 രൂപയുടെ അടുത്ത് ഫിനാൻസ് കയറും. 3 രൂപയ്ക്ക് അടുത്ത് ഫിനാൻസ് കയറും. ഒരു 60-50 രൂപയൊക്കെ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ നിങ്ങൾക്ക് ഇറക്കാവുന്നതാണ്. പിന്നെ ടയർ കണ്ടീഷനൊന്നും നമ്മൾ എടുത്തു പറയാത്തത്, തേഞ്ഞ ടയറൊക്കെ ആണെങ്കിൽ മാറ്റിയിട്ടല്ലേ കൊടുക്കുള്ളൂ? ഈ നിലവിലെ കണ്ടീഷനാണ്. കാരണം ഇതിന് അത്യാവശ്യം മാർക്കറ്റ്. ഡീസൽ വണ്ടിയാണ്. 10-23-24. അല്ല, കോമൺലി കുറച്ച് മൊട്ട ടയറൊക്കെ ആണെങ്കിൽ മാറ്റി കൊടുക്കുകയാണെങ്കിൽ ഇതിന് അത്യാവശ്യം ടയറൊക്കെ ഉണ്ട്. ടയർ ഉള്ള വണ്ടികൾക്ക് മാറ്റി തരുന്നല്ല പറഞ്ഞത്. തീരെ ഇല്ലാത്ത ടയർ ആണെങ്കിൽ നമ്മൾ മാറ്റിയിട്ടാണ് കൊടുക്കുള്ളൂ. അതുകൊണ്ട് ടയർ കണ്ടീഷൻ ഒന്നും എടുത്ത് പറയാത്തത്. പിന്നെ റീപ്ലേസ്മെന്റ് ഉള്ള വണ്ടികൾക്ക് അതായത് വണ്ടികൾ എടുത്തതിലും നമ്മൾ പറയുന്നതായിരിക്കും. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു. അടുത്തത് 2011 മൈക്ര. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 80 ഓടിയിട്ടുണ്ട്. അതെ, വണ്ടി റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല വണ്ടിയാണ്. നീറ്റ് വണ്ടിയാണ് അല്ലേ? നമ്മൾ ചോദിക്കുന്നത് 1,40,000. 1,40,000. ഫിനാൻസ് കിട്ടൂല? ഇല്ല. ചിലപ്പോൾ ലോക്കൽ ഫിനാൻസ് ഒക്കെ ചെയ്യാൻ പറ്റും ഒരു വർഷത്തേക്ക്. അത് നിങ്ങൾക്ക് EMI ഒക്കെ കൂടുതലായിരിക്കും. മാക്സിമം റെഡി ക്യാഷ് ഉണ്ടെങ്കിൽ എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ഇത് പെട്രോൾ ഡീസലോ? പെട്രോൾ മാനുവൽ. 2011. ഓക്കെ, 2011 പെട്രോൾ മാനുവൽ. സെക്കൻഡ് ഓണർഷിപ്പിലേക്ക്. അടുത്തത് ഇത് ബുക്ക്ഡ് ആയോ? ഇത് ബുക്ക്ഡ് ആയിന്. 2023 കേട്ടനാണ്. പിന്നെ സിംഗിൾ ഓണർഷിപ്പ്. 3,500 കിലോമീറ്റർ എടുത്തിട്ട് ഓടിക്കാതെ തന്നെ വിറ്റു. ഓടിക്കാണ്ട് തന്നെ പുള്ളിക്ക് ചെറിയൊരു ഫിനാൻസിന്റെ അങ്ങനെ വിറ്റാണ്. ഇത് ബുക്ക് ആയി. ബുദ്ധിമുട്ട് കൊണ്ട് വിറ്റതായിരിക്കും അല്ലേ? ഓക്കെ, ഇന്ന് ഡെലിവറി ആണ്. നമുക്ക് ഇന്ന് ഡെലിവറി ആണ്. വണ്ടി എത്ര കൊടുത്തിട്ടുണ്ടാവും പറയാമോ? ഇത് 4.5 കൊടുത്തത്. 4 കൊടുത്തത്. ഓക്കെ, അപ്പോൾ ഇനി വേറെ കേട്ടൻ വരാനുണ്ടോ? നമുക്ക് കേട്ടൻ വരും. കാണിക്കാത്ത വണ്ടികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാറോ ഡയറക്റ്റ്. അടുത്ത നിയോസ് 2020. 47,000 കിലോമീറ്റർ ഓടിയ വേരിയന്റ് ഏതാ? സ്പോർട്സ് വേരിയന്റ് ആണല്ലേ? ഓക്കെ, സ്പോർട്സ് വേരിയന്റ് ആണ്. പെട്രോൾ ആണ്. എത്ര ഓടിയുണ്ട്? പിന്നെ 47,000 കിലോമീറ്റർ. ഓണർഷിപ്പ് സിംഗിൾ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല വണ്ടിയാണ്. ഇത് മാനുവൽ അല്ലേ? ഓട്ടോമാറ്റിക് ആണല്ലേ? പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. നീറ്റ് കണ്ടീഷൻ. അതെ. അപ്പൊ വില എത്ര? 5,00,000 നമ്മൾ ചോദിക്കുന്നത്. 5.5 ലക്ഷമാണ് ചോദിക്കുന്നത്. മാക്സിമം ഫിനാൻസ് ഉണ്ടായ വണ്ടി. ഇതിന് മാക്സിമം ഫിനാൻസ് കയറുന്ന വണ്ടിയാണ്. ഓക്കെ, നല്ല വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നീറ്റ് വണ്ടി. ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക് ചെറിയ വണ്ടി ആഗ്രഹിക്കുന്നവർക്ക് എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ഫിനാൻസിന് വേണ്ട ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് ആധാർ കാർഡ്, പാൻ കാർഡ്, ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, പിന്നെ എന്തൊക്കെയാ ലാൻഡ് ടാക്സിന്റെ കോപ്പി, അങ്ങനെയുള്ള ബേസിക് ആയിട്ട് നമുക്കുള്ള പ്രൂഫ് തന്നെ ആയിരിക്കും വേണ്ടി വരുന്നത്. ഫിനാൻസ് ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം ഒരു 4-5 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ പരിപാടിയെല്ലാം നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും. വണ്ടി ഡെലിവറി ചെയ്യാൻ പറ്റും കേട്ടോ. റെഡി ക്യാഷ് ആണെങ്കിൽ ഈ പറഞ്ഞ പരിപാടികളൊന്നുമില്ല. ID പ്രൂഫ് മാത്രം മതി അല്ലേ? യെസ്. അടുത്ത എക്സ്പ്രസോ 2022. പിന്നെ 20 ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഇത് ടോപ്പ് എൻഡ് വണ്ടിയാണ്. പിന്നെ 23,000 കിലോമീറ്റർ ഓടിയുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ധൈര്യമായിട്ട് എടുക്കാം. ഷോറൂം കണ്ടീഷൻ വണ്ടി. വണ്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ എത്ര വില പറയണേ?
ഇതിന് 4,70,000 ചോദിക്കുന്നത്. 4,70,000. ഓക്കെ, അതിലും അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ ഉണ്ടാവും. ഫിനാൻസ് മാക്സിമം കയറും കേട്ടോ, നിങ്ങളുടെ ട്രാക്ക് അനുസരിച്ചായിരിക്കും. അത് ഞാൻ എപ്പോഴും എടുത്ത് പറയുന്ന കാര്യമാണ്. 4,70,000 വില അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഉണ്ടാവും അല്ലേ? അതെ. അടുത്തത് ഇത് ഓൾട്ടോ 800. ഓക്കെ, LXI ആണ്. LXI ആണ്. പിന്നെ 2020 മോഡല്, 31,000 കിലോമീറ്റർ, സിംഗിൾ ഓണർ. ഓക്കെ, സിംഗിൾ ഓണർ, റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല വണ്ടി, അടിപൊളി ക്ലാസ് വണ്ടി. അപ്പോൾ ചെറിയ വണ്ടി ആഗ്രഹിക്കുന്നവർക്ക് എടുക്കാം. എത്ര വില പറയുന്നത്? ഇതിന് 3,30,000 നമ്മൾ ചോദിക്കുന്നത്. 3,30,000. അതെ. ഓക്കെ, ഇതിനും ഫിനാൻസ് കയറുമല്ലോ? അതെ, ഇതിനും ഫിനാൻസ് കയറും. 2020 വണ്ടിയാണ്, സിംഗിൾ ഓണർഷിപ്പ്. പിന്നെ ഇത് 31,000 കിലോമീറ്റർ മാത്രമേ ഓടി. 31,000 കിലോമീറ്റർ മാത്രമേ ഓടി. ഓക്കെ, അടുത്തത് ഹ്യുണ്ടായുടെ വെന്യൂ. 2022 മോഡല്, സിംഗിൾ ഓണർ. പിന്നെ ഇത് DCT എഞ്ചിൻ വരുന്നതാണ്, ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് DCT ഗിയർ ബോക്സ് വരുന്ന വണ്ടിയാണ്. പെട്രോൾ ഓട്ടോമാറ്റിക്. 2022 ഫസ്റ്റ് ഇറങ്ങിയ വണ്ടിയാണ് ഷേപ്പ്. ഇത് കഴിഞ്ഞിട്ട് വേറൊരു പിന്നെ ഷേപ്പും കൂടി ഇറങ്ങിയിട്ടുണ്ട്. ഫേസ് ലിഫ്റ്റ് പോലത്തെ ഒരു മോഡലും കൂടി വന്നിട്ടുണ്ട്. പിന്നെ ഇതും കിലോമീറ്റർ 57,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഓക്കെ, പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. നമ്മൾ ചെറിയൊരു ഡെന്റിന്റെ ഇതുണ്ട്, പക്ഷെ അത് നമ്മൾ ക്ലിയർ ആയി കൊടുക്കും. വെച്ചതെന്ന് വെച്ചാൽ കസ്റ്റമർ കണ്ടിട്ട് നമ്മൾ ഡെലിവറി ചെയ്യുന്ന സമയത്ത് ചെയ്ത് കൊടുക്കാൻ. നിലവിൽ കസ്റ്റമർ വരുമ്പോൾ റീപെയിന്റ് ഉണ്ടെന്ന് പറയണ്ടല്ലോ, അപ്പൊ നിങ്ങൾ വന്ന് കണ്ടിട്ട് ഇതൊന്ന് ശരിയാക്കി തരാൻ പറയുകയാണെങ്കിൽ അത് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ. കസ്റ്റമർ മുമ്പ് തന്നെ കസ്റ്റമറുമായിട്ട് സംസാരിച്ചിട്ട് തന്നെ അത് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ തന്നെ വെച്ചത്. ഇത് വലിയ ഇടിയൊന്നും അല്ല. ഇല്ല, ചെറിയ ഗുഡ്സ് ഓട്ടോ വന്നിട്ട് ചെറുങ്ങനെ റിവേഴ്സ് എടുക്കുമ്പോൾ തട്ടിയതാണ്. അപ്പൊ ഇതിന് എത്ര വില പറയണേ? ഇതിന് 9,25,000 9,400 ചോദിക്കുന്ന വിലയാണ്. വലിയ അഡ്ജസ്റ്റ്മെന്റ് വരുന്നില്ല, എന്നാലും ചെറിയ എന്തെങ്കിലും നമുക്ക് ചെയ്യും. ചെറിയ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വരുമ്പോൾ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ചെയ്ത് കൊടുക്കണം. അത് ചെയ്യാം, തീർച്ചയായും. ഇതിനും ഫിനാൻസ് കയറും കേട്ടോ. അടുത്തത് പോളോ 2013 സിംഗിൾ ഓണർ ആണ്, 90,000 കിലോമീറ്റർ. ഏതാ വേരിയന്റ്? ഇത് കംഫർട്ട് ലൈൻ ബേസ് ആണ്. ഓക്കെ, പെട്രോൾ മാനുവൽ അല്ലേ? പെട്രോൾ മാനുവൽ ആണ് വരുന്നത്. എത്ര ഓടിയെന്നാ പറഞ്ഞേ? പിന്നെ ഇത് 90,000 കിലോമീറ്റർ ഓടി. സിംഗിൾ ഓണർ വണ്ടി. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്, നല്ല അടിപൊളി വണ്ടിയാണ്. അപ്പൊ എത്രയാണ് പറയുന്ന വില? ഇതിന് 3,500,000. 3,50,000 ആണ്. ഇതിനും ഫിനാൻസ് കയറുന്ന വണ്ടിയാണ്. നല്ല കിടുക്കാച്ചി മഴ വരുന്നുണ്ട്, അതിനും നമുക്ക് വീഡിയോ തീർക്കാം. അപ്പോൾ വീഡിയോ എടുക്കണമെങ്കിൽ ശക്തമായ മഴ പെയ്ത് വീഡിയോ ഒന്ന് ഇന്ററപ്റ്റ് ആയിട്ടുണ്ട് അല്ലേ? ഫുള്ള് മഴ പെയ്ത്. അപ്പോൾ ഇത് ഹോണ്ട അമേസ് 2015 മോഡലാണ്. പിന്നെ പെട്രോളോ? ഇത് പെട്രോൾ ആണ്, ഓട്ടോമാറ്റിക് ആണ്. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. വേരിയന്റ് ഏതായിരുന്നു? എസ് വേരിയന്റ്. ഓക്കെ, എത്ര ഓടിയുണ്ട്? പിന്നെ ഇത് 82 ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നീറ്റ് വണ്ടി. അപ്പോൾ എത്ര വില പറയുന്നത്? ഇതിന് 4,20,000. ചോദിക്കുന്ന വിലയല്ലേ? ചോദിക്കുന്ന പറയുന്ന വില നിങ്ങൾ നോക്കണ്ട കേട്ടോ. നിങ്ങൾ വന്നു കഴിയുമ്പോൾ വിലയിൽ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഉണ്ടാവും. ഇത് ഫിനാൻസ് കയറുമല്ലോ, 15. മാക്സിമം ഫിനാൻസ് കയറാൻ സാധ്യതയുള്ള വണ്ടി തന്നെയാണ്. ഇത് ഡസ്റ്റർ. ഇത് സിംഗിൾ ഓണർ ഡസ്റ്റർ ആണ്. മോഡല് RXC ബേസ് മോഡലാണ്. ഓക്കെ, ഏതാ ഇയർ? ബേസ് മോഡൽ 2014 RXC ബേസ് മോഡൽ. 3 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ചോദിക്കുന്ന വില 2.25 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. സിംഗിൾ ഓണർ ആണ്, റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല വണ്ടിയാണ്. ഡീസലോ പെട്രോളോ? ഇത് ഡീസൽ വണ്ടി. ഓക്കെ, 85 ആണ്. ഡീസൽ വണ്ടിയാണ്. എത്ര ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ? 2.25 ചോദിക്കുന്നത് അല്ലേ? ഓക്കെ, നേരെ നമുക്ക് അടുത്ത വണ്ടി എന്ന് പറയുമ്പോൾ അവിടെ ഒരു വെന്യൂ കിടപ്പുണ്ട്. ഇത് നമ്മൾ പറഞ്ഞ വെന്യൂ ഏതാ മോഡല്? ഇത് നമുക്ക് ഡീസൽ വരുന്ന ഡീസൽ ന്യൂ ഷേപ്പ് ആണല്ലേ? മോഡൽ S+ 2022 സിംഗിൾ ഓണർ വണ്ടിയാണ്, ഡീസൽ വണ്ടിയാണ്. ഡീസൽ മാനുവൽ അല്ലേ? ഇത് ഡീസൽ മാനുവൽ. നമുക്ക് ഡീസൽ പെട്രോൾ ഓട്ടോമാറ്റിക് കൊണ്ടൊന്ന് നേരത്തെ കാണിച്ചത്. പിന്നെ ഇത് ഡീസൽ മാനുവൽ 2000 സിംഗിൾ ഓണർ, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. 65,000 കിലോമീറ്റർ ഓടി. നല്ല വണ്ടിയാണ്, അടിപൊളി വണ്ടിയാണ്. അപ്പൊ എത്ര ചോദിക്കണേ? ഇതിന് നമുക്ക് 9,30 ചോദിക്കുന്നത്. 9,30 അല്ല, നമുക്ക് എന്തെങ്കിലും ഇതിന് ഫിനാൻസ് കയറും, മാക്സിമം ഫിനാൻസ് കയറും കേട്ടോ. ഇതിന് ഫുൾ ലോൺ കയറും. സീറോ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റുന്ന വണ്ടിയാണ് ഈ കിടക്കുന്ന വെന്യൂ. പിന്നെ അടുത്ത വരുന്നത് ക്വിഡ് റെനോൾട്ട്. അതെ, RXT. ഇത് ന്യൂ ഷേപ്പ് ആണ്. 2020 ഫേസ് ലിഫ്റ്റ് മോഡൽ. 28,000 കിലോമീറ്റർ ഓടിയുള്ളൂ. അതെ. ഓക്കെ, ഇത് മാനുവലോ? ഇത് മാനുവലാണ്. പെട്രോൾ ആണ്. സിംഗിൾ ഓണർ, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നല്ല വണ്ടി. പിന്നെ ഇതിന് ചോദിക്കുന്നത് 3.25. ഓക്കെ, 3.25
ഇതിന് ചെറിയ ഡൗൺ പേയ്മെന്റിലൊക്കെ ഇറക്കാൻ പറ്റുമായിരിക്കും. ഇറക്കാൻ പറ്റും. ഇതിന് മാക്സിമം നമുക്ക് ലോൺ കയറും. ലോൺ കയറി 2020 ചെറിയ ഒരു 50 രൂപ താഴെയൊക്കെ മതിയായിരിക്കും അല്ലേ? 50 രൂപ താഴെയൊക്കെ ഡൗൺ പേയ്മെന്റ് ഏകദേശം 3ന്റെ അടുത്ത് തന്നെ ലോൺ വരും. ലോൺ കയറും 2.3 അടുത്ത് ഇടയിൽ ലോൺ കയറും. അടുത്തത് ഗ്രാൻഡ്. ഇത് ഗ്രാൻഡ് ആയിട്ട് പിന്നെ സ്പോർട്സ് പ്ലസ് ആണ്. 2018 പിന്നെ 63,000 കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. പെട്രോൾ മാനുവൽ. പെട്രോൾ മാനുവൽ നല്ല വണ്ടിയാണ്. റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല ഒരു ഡ്യുവൽ ടോൺ ആക്കിയിട്ടുണ്ട് കസ്റ്റമർ. ഡ്യുവൽ ടോൺ അത് അങ്ങനെ കമ്പനി വരുന്നത് അലയും ഡ്യുവൽ ടോൺ വണ്ടിയാണ്. കമ്പനി വരുന്നതാണ്. അതെ, സ്പോർട്ടി ലുക്ക് ഉണ്ട്. അപ്പൊ വില എത്ര? ഇതിന് 4,20,000. 4,20,000. അതെ, കുറഞ്ഞ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റുമായിരിക്കും. ഇത് ഏകദേശം നമുക്ക് ഇത് കിട്ടും. 2018 വണ്ടിയല്ലേ, ഏകദേശം 3.5-3.4 അടുത്ത് തന്നെ 3.4 നമുക്ക് ലോൺ പാസ്സാവും, ചെയ്യാൻ പറ്റും. 3,70,000 വരെയൊക്കെ ലോൺ പാസ്സാവും ഈസി ആയിട്ട്. അതെ. പിന്നെ ഇത് നിയോസ് 2020 തന്നെ ഓട്ടോമാറ്റിക് പിന്നെ പെട്രോൾ ഇത് 57,000 കിലോമീറ്റർ ഓടിയുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ചെറിയ റീപെയിന്റ് ഉണ്ട്, പക്ഷെ അത് നമ്മൾ ചെയ്ത് കൊടുക്കും. ചെറിയ റീപെയിന്റ് മാത്രമേ ഉള്ളൂ. വേറെ പ്രശ്നമൊന്നുമില്ല. വേറെ ഒന്നുമില്ല. ഇതിന് വില 4,4. 4,20,000. പിന്നെ ഏകദേശം അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ 4ന്റെ അടുത്ത് വരെ ലോൺ കയറും. 4ന്റെ അടുത്ത് വരെ ലോൺ ചെയ്യാൻ പറ്റും. അപ്പോ ഇന്ന് ഇത്രയും വണ്ടികളാണ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനിയും പുതിയ വണ്ടികൾ കുറെ വരാണ്ട്. ഇതിപ്പോ ഒരുപാട് വണ്ടി ഉണ്ടായിരുന്നു. ഇത് നമ്മൾ ഡെലിവറി ചെയ്തിട്ട് കുറെ വണ്ടികൾ ഇതിന്റെ ഇടയിൽ ബുക്കിംഗ് ഉണ്ട്. ഇന്നിപ്പോ ഒരു വണ്ടി ഡെലിവറി ആവാൻ പോകുന്നു. ബുക്ക് ചെയ്ത വണ്ടി നമ്മൾ അധികം കാണിച്ചിട്ടില്ല. ബുക്ക് ചെയ്ത വണ്ടികൾ കാണിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾ ഈ വീഡിയോയിൽ കാണാത്ത ഏത് വണ്ടി വേണമെന്നുണ്ടെങ്കിൽ ഇവരെ വിളിച്ച് അറേഞ്ച് ചെയ്ത് കൊടുക്കൂലേ? പിന്നെ നമുക്ക് വരാനുണ്ട് വണ്ടി. നമുക്ക് ഈ ആഴ്ച തന്നെ ഒരു 10-15ഓളം വണ്ടി വരാനുണ്ട്. ഓക്കെ. അപ്പൊ എല്ലാ കാറ്റഗറിയിലുള്ള വണ്ടികൾ ചെയ്യുന്നുണ്ട്. പാർക്ക് ആൻഡ് സെയിൽ ഉണ്ട് ഇവിടെ. എക്സ്ചേഞ്ച് ഓപ്ഷൻ ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞു. എക്സ്ചേഞ്ച് ഓപ്ഷനും ഉണ്ട്, ലോൺ ഫെസിലിറ്റി ഉണ്ട്. പിന്നെ നമ്മൾ ഇവിടെ ഇൻഷുറൻസും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഇൻഷുറൻസ് ചെയ്യുന്നുണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ എല്ലാ തരത്തിലുള്ള ഡീലിംഗ് ഇവിടെ ചെയ്യുന്നുണ്ട്. നമുക്ക് ഡെലിവറി ഉണ്ടോ? ഡെലിവറി ഏകദേശം നമ്മൾ ഈ കണ്ണൂർ ജില്ലയിലാണെങ്കിൽ നമ്മൾ ഡെലിവറി ചെയ്യാം. നിയറസ്റ്റ് ആണെങ്കിൽ നമുക്ക് ഡെലിവറി ഉണ്ട്. അല്ലെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ വണ്ടി ഇഷ്ടപ്പെട്ടു, പിന്നെ കസ്റ്റമർ ആവശ്യപ്പെടുവാണെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കും. അതിന് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ വണ്ടി വാങ്ങിക്കാൻ വരുമ്പോൾ എന്തായാലും നിങ്ങൾ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ ഒരു പൂർണ്ണ തൃപ്തി അതിനകത്ത് എപ്പോഴും ഉണ്ടാവണം എന്നുള്ളതാണ്. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ് നമുക്ക്. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ വേണം എങ്ങനെ വന്നാലും. മെക്കാനിക്കിനെ കൊണ്ട് ഏത് മെക്കാനിക്കിനെ നമുക്ക് മെക്കാനിക്കൽ അല്ലെങ്കിൽ അടുത്ത അവർക്ക് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ മെക്കാനിക്ക് കാണിക്കാനുള്ള സൗകര്യം നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മെക്കാനിക്ക് വന്നിട്ട് നോക്കണമെങ്കിൽ അവർക്ക് പ്രീ ചെക്ക് ചെയ്യണമെങ്കിലും അതിനുള്ള ഓപ്ഷൻ തരുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് മാത്രം എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അഥവാ റീപ്ലേസ്മെന്റിലുള്ള വണ്ടികളാണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടാണ്. പിന്നെ മാക്സിമം വണ്ടിക്ക് ഹിസ്റ്ററി എടുക്കാൻ പറ്റുന്ന വണ്ടികളുടെ ഹിസ്റ്ററി എടുത്തു കൊടുത്തിട്ട് നമ്മൾ തന്നെ കൊടുക്കുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ കാണിച്ച ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും ഹിസ്റ്ററിയുള്ള വണ്ടികളാണ്. വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ പറയാനുള്ളത് ഓൾ കേരള ഫിനാൻസ് ഉണ്ടല്ലോ, ചെയ്യുന്നുണ്ട്. കേരളത്തിന് അങ്ങേറ്റം പോലും ഇങ്ങേറ്റം എല്ലാവിടെയും ഫിനാൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഒരുവിധം ഫിനാൻസ് എല്ലാം ചെയ്യുന്നുണ്ട്. എല്ലാ ഫിനാൻസ് ഒന്നിൽ വീണില്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്തതിൽ വീഴ്ത്തി തരും. വണ്ടി കൊണ്ട് പോയാൽ മതി അല്ലേ? തീർച്ചയായും. ഓക്കെ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. പുതിയ ഷോറൂമാണ്, പുതിയ വണ്ടിയാണ്, നല്ല ഡീലിംഗ് ആണ്. ഏത് വണ്ടി വേണമെങ്കിലും നിങ്ങൾക്ക് ഡയറക്റ്റ് വന്ന് വിളിക്കാം. ലൊക്കേഷൻ വരുന്നത് കറക്റ്റ് എവിടെയായിരുന്നു? കറക്റ്റ് മമ്പറത്തിന്റെയും കായലോടിന്റെ ഇടയിലാണ് വരുന്നത്. ഏകദേശം ഇത് താഴെ കായലോട് എന്ന് പറയും. മമ്പറത്ത് ഒരു 1.5 കിലോമീറ്റർ. പിന്നെ ഇവിടുന്ന് നേരെ അടുത്ത നെക്സ്റ്റ് ടൗൺ എന്ന് പറയുന്നത് കൂത്തുപറമ്പ് ടൗൺ ഉണ്ട്. പിന്നെ തലശ്ശേരി എല്ലാം ഏകദേശം ഈക്വലി ഏരിയ ആണ്. അതായത് തലശ്ശേരി നിന്നാണെങ്കിലും അടുത്താണ്, കണ്ണൂരിൽ നിന്നാണെങ്കിലും അടുത്താണ്, കൂത്തുപറമ്പ് നിന്നാണെങ്കിലും അടുത്താണ്. കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിക്ക് അടുത്താണ് ഈ ഷോറൂം വരുന്നത്. അപ്പോൾ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ്, ലൊക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ വരുൺ ബ്രോ അടുത്ത വണ്ടികൾ വരുമ്പോൾ കാണാം. ആയിക്കോട്ടെ, ശരി. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് വിളിക്കാം കേട്ടോ. അപ്പോൾ പുതിയൊരു വണ്ടി സംബന്ധമായിട്ടുള്ള വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ കൊടുത്തു.